UAE മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു. ബഹിരാകാശ സഞ്ചാരിയും ശാസ്ത്രജ്ഞനുമായ സുൽത്താൻ അൽ നിയാദിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. യുവജനകാര്യ സഹമന്ത്രിയായാണ് പുതിയ നിയമനം. മന്ത്രിസഭയുടെ പുനഃസംഘടനാ വിവരങ്ങൾ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് പുറത്തുവിട്ടത്. പ്രതിരോധകാര്യമന്ത്രിയായി മുഹമ്മദ് ഫസൽ അൽ ബസ്രൂയിയെ നിയമിച്ചതാണ് മന്ത്രിസഭയിലെ മറ്റൊരു സുപ്രധാന മാറ്റം. അബുദാബി കിരീടാവകാശിയുടെ കോർട്ട് അണ്ടർ സെക്രട്ടറിയും പ്രസിഡൻഷ്യൽ കോർട്ട് ഉപദേശകനുമായിരുന്നു ഇദ്ദേഹം. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രിയായിരുന്ന മറിയം അൽ മുഹൈരിക്ക് പുതിയ ചുമതലയും നൽകി. പ്രസിഡൻഷ്യൽ കോർട്ടിലെ ഇന്റർനാഷണൽ അഫയേഴ്സ് ഓഫീസിന്റെ തലവനായാണ് പുതിയ നിയമനം. ക്യാബിനറ്റ് റാങ്കോടുകൂടി ഈ പദവിയിലുണ്ടായിരുന്ന ഡോക്ടർ അംന അൽ സംഷിക്ക് പകരമായാണ് മുഹൈരിയെ നിയമിച്ചിരിക്കുന്നത്. അതേസമയം ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായിരുന്ന ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് സാമ്പത്തിക ധനകാര്യ വകുപ്പിന്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ ചുമതല കൂടി ഏറ്റെടുക്കും. പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങളിൽ നിന്നാണ് സുൽത്താൻ അൽ നിയാദിയെ മന്ത്രിയായി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചതെന്ന് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. കഴിഞ്ഞ സെപ്റ്റംബറിൽ യുവജനകാര്യമന്ത്രി പദത്തിലേക്ക് യോഗ്യരായവരെ നാമനിർദ്ദേശം ചെയ്യാൻ UAE വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഷെയ്ഖ് മുഹമ്മദ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് പേരാണ് നാമനിർദ്ദേശം സമർപ്പിച്ചിരുന്നത്. അനേകം നാമനിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും സുൽത്താൻ അൽ നിയാദിയുടെ പേര് ആവർത്തിച്ചുയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിപദത്തിലേക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു. പുതിയ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം ഗവേഷണങ്ങൾ സുൽത്താൻ അൽ നിയാദി തുടരുമെന്നും ഷെയ്ഖ് മുഹമ്മദ് അറിയിച്ചു. മീഡിയ 1 ദുബൈ.